അപ്പൊ മുഹറമിന്റെ 10ന്റെ കൂടെ 9ന്റെ നോമ്പ് നോൽക്കുന്നത് എന്തിനാണ്? ജൂതന്മാരെ പോലെ ആകാതിരിക്കാനാണ്, ജൂതന്മാരോട് എതിർപ്പ് കാണിക്കാനാണ്. കാരണം ജൂതന്മാര് മുഹറം 10 നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. മൂസ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു രക്ഷപ്പെടുത്തി. ഫിർഔനിനെയും ഫിർഔനിന്റെ ശിങ്കിടികളെയും അതാ കടലിൽ മുക്കിക്കൊന്നത് മുഹറം 10 കൊണ്ട് ഞങ്ങൾ നോമ്പ് നോൽക്കുന്നു എന്ന് മദീനയിൽ പോയ സ്വഹാബത്തിനോട് ജൂതന്മാർ പറഞ്ഞപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് ഓർത്തിട്ട് നോമ്പ് നോൽക്കുകയാണെങ്കിൽ നിങ്ങളെക്കാൾ മുഹറം 10 നോമ്പ് നോക്കാൻ ഏറ്റവും കടപ്പെട്ടത് ഞങ്ങളാണ്, മുസ്ലിംകളാണ്. അതുകൊണ്ട് അവരെ പോലെ നോമ്പ് നോൽക്കുന്നവരാകാതെ മുഹറം 10 നോമ്പ് നോൽക്കുന്നതോടൊപ്പം മുഹറം 9 നോമ്പ് നോൽക്കൽ സുന്നത്താണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. ഇനി ഒരാള് മുഹറം 9 നോമ്പ് നോൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മുഹറം 10 11 നോമ്പ് നോൽക്കൽ സുന്നത്താണ്. അവിടെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, മുഹറം 9 നോമ്പ് നോറ്റാലും മുഹറം 11 നോൽക്കൽ സുന്നത്താണ്. അപ്പൊ മുഹറം 9, മുഹറം 10, മുഹറം 11 നോമ്പ് നോൽക്കുന്നത് സുന്നത്താണ്. ഇന്നൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ കല്യാണം ശരിയാകണില്ല, എത്രയോ നോക്കി. ഞാൻ പറഞ്ഞു, അതാ കുഴപ്പം, എത്രയോ നോക്കാൻ പാടില്ല, നോക്കിയത് വേഗം അങ്ങ് പാസ്സാക്കണോ. പറഞ്ഞതാ, എത്രയോ നോക്കി ശരിയാകണില്ല. ഞാൻ ചോദിച്ചു, എത്രയോ നോക്കാൻ എന്തിനാ പോയെ? അതല്ല ഇപ്പൊ കുഴപ്പം, നിങ്ങളൊക്കെ കുറെ നോക്കിയിട്ട് അവസാനം ഫൈനലാക്കിയത് ഒന്നിനെ ആണാ? ഒന്നും മിണ്ടണില്ല, ഞാൻ തന്നെ ആയിരിക്കും തോന്നുന്നുണ്ട്. ഇല്ലല്ലേ? ഒന്ന് നോക്കി. ആദ്യം ഉമ്മാനെയും പറഞ്ഞേക്കണം, പെങ്ങന്മാര് പറഞ്ഞേക്കണം, നിങ്ങൾ പോണ്ട. ആദ്യം ഉമ്മാനെയും പെങ്ങന്മാരെയും പറഞ്ഞേക്കണം. അപ്പൊ അവർക്ക് തോന്നും, അല്ലേ മോൻക്ക് ഏതാ പറ്റിയതെന്ന് ഉമ്മാക്കല്ലേ തോന്നും. അണ്ടിയോട് അടുക്കുമ്പോഴാണ് അങ്ങനെ നിങ്ങളൊന്നും പറയില്ലേ? ഞാൻ പറയില്ല, നമ്മൾ അവിടുത്തെ ഭാഷ വേറെയാണ്, നിങ്ങളാ പറയണേ. അണ്ടിയോടടുക്കുമ്പോഴാണ്. ഒന്ന് പൂരിപ്പിക്കുക ജനങ്ങളെ, 100 മാർക്ക് തരാം. ഒന്ന് പൂരിപ്പിച്ചതാ. അണ്ടി അങ്ങനെ പറയല്ലേ? അല്ലാതെ പിന്നെ അണ്ടിയോട് അടുക്കുമ്പോഴാണ് അണ്ടിന്റെ അല്ല മാങ്ങന്റെ അപ്പൊ തിരിയാലോ. അങ്ങനെ അപ്പൊ ഉമ്മാക്ക് അപ്പ ഈ ചങ്ങായിന്റെ ഒക്കെ കഥ അറിയുള്ളൂ. അപ്പൊ ഒരു പെണ്ണ് നോക്കിയിട്ട് പെണ്ണ് കണ്ട് ഉമ്മാക്ക് തോന്നും ഓങ്ക് പറ്റിയതാണോ. അപ്പൊ ഉമ്മാക്കൊരു ഏകദേശം ഒരു ധാരണയിലായാൽ പിന്നെ ഓങ്ക് കാണിച്ചു കൊടുക്കാം. അപ്പൊ ഓൻ പാസ്സാക്കി കളയും അപ്പോഴേക്കും. ഓക്കെ, ഇതിപ്പോ കൊറേ അങ്ങ് നോക്കിയിട്ട് ഓൻ പറയാ ഒന്നും റെഡിയാകണില്ല ഉസ്താദേ. അപ്പൊ നമുക്ക് എന്താ പറയാനുള്ളത്? കൊറേ നോക്കിയത് കൊണ്ട് തന്നെ മോനെ റെഡിയാത്തത്. കാരണം ഓളെ നീ നോക്കിപ്പോയി, ഉറപ്പിച്ചില്ല, അവളങ്ങ് കരഞ്ഞു. കരയിലെ ഒരു അന്യ ആണ് വന്നിട്ട് ഒരു പെണ്ണിനെ നോക്കിയിട്ട് ഓൻ ഉറപ്പിക്കാതെ പോയി, ഓളെ പറ്റിയിട്ടില്ല, ശരിയാണ്. എന്നാലും അവളെ കൽബിൽ ആ ഒരു വിഷമുണ്ടാവൂലേ? അങ്ങനെ ഒരു 4-5 പെൺകുട്ടികളെ കൽബിൽ വിഷമുണ്ടാക്കിയിട്ട് ഇനി നിനക്ക് എവിടുന്നാ പാസ്സാകാൻ? അതുകൊണ്ടാണ് നീ ആദ്യം പോയി നോക്കണ്ട, ഉമ്മ പോട്ടെ, പെങ്ങന്മാര് പോട്ടെ, അവർക്കൊക്കെ ഓക്കെ എന്നൊരു ധാരണയിലെത്തിയാൽ അവർക്ക് തോന്നും നിന്നെ പറഞ്ഞേക്കണോ വേണ്ടേ, എന്നിട്ട് നീ പോയാൽ മതി. അങ്ങനെയല്ലേ നിങ്ങളൊക്കെ നോക്കിക്കണം? അൽഹംദുലില്ലാ. അപ്പൊ അങ്ങനൊക്കെ ധാരണയിൽ എത്തിയിട്ട് തീർന്നാ മതി. ഞാൻ പറഞ്ഞ വിഷയം മറക്കരുത്. അപ്പൊ ഇവൻ പറയാണ്, പക്ഷെ മുഹറം 10 ഞാൻ അവനോട് പറഞ്ഞു, മുഹറം 10 നമ്മുടെ ഏത് വിഷയത്തിനും പരിഹാരം ലഭിക്കുന്ന ദിവസമാണ്. രോഗികളുണ്ടോ? അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ രോഗം അല്ലാഹു മാറ്റിയ ദിവസമാണ് മുഹറം 10. കണ്ണിന്റെ കാഴ്ച കുറഞ്ഞവരുണ്ടോ? യാക്കൂബ് നബി അലൈഹിസ്സലാമിന് കണ്ണിന്റെ കാഴ്ച റബ്ബ് തിരിച്ചു കൊടുത്ത ദിവസമാണ് മുഹറം 10. ശത്രുക്കളുണ്ടോ? നിങ്ങളെ പിന്നാലെ കൂടിയിട്ട് നിങ്ങളെ നശിപ്പിക്കാൻ നോക്കുന്ന ശത്രുക്കളുണ്ടോ? നിങ്ങളെ വല്ലാതെ ശല്യം ചെയ്യുന്ന ശത്രുക്കളുണ്ടോ? മൂസ നബി അലൈഹിസ്സലാമിന്റെ ശത്രുവായ ഫിർഔനിനെയും ഫിർഔനിന്റെ അനുയായികളെയും കടലിൽ അല്ലാഹു മുക്കി
മൂസ നബി അലൈഹിസ്സലാമിന് അല്ല വിജയം കൊടുത്തത് മുഹറം 10-നാണ്. പ്രയാസത്തിൽ വീണുപോയവരുണ്ടോ? വിഷമത്തിൽ വീണുപോയവരുണ്ടോ? ആരോടും പറയാൻ പറ്റാത്ത വിഷമമാണോ? ആരോടും പറയാൻ പറ്റാത്ത പ്രയാസമാണോ? വിഷമിക്കണ്ട, പ്രതീക്ഷ അവസാനിപ്പിക്കണ്ട, ആശ മുറിക്കണ്ട, നിരാശിതരാകണ്ട. കൂരാക്കൂരിരുട്ടിൽ വീണുപോയ യൂനുസ് നബി അലൈഹിസ്സലാമിനെ അറിയാമല്ലോ. മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങിപ്പോയ യൂനുസ് നബി അലൈഹിസ്സലാമിനെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയത് അതേ മുഹറം 10-നാണല്ലോ. ഭർത്താവിന്റെ ശല്യം സഹിക്കാതെ, ഭർത്താവിന്റെ ഉമ്മാന്റെ ശല്യം സഹിക്കാതെ ആരോട് പറയാനാണ്? ഭർത്താവിന്റെ സ്വഭാവം ഒന്ന് നന്നായിരുന്നെങ്കിൽ എത്ര നന്നാടിരുന്നു. മക്കളുടെ സ്വഭാവം മോശമാണ്, ആ മക്കളുടെ സ്വഭാവം ഒന്ന് നന്നായിരുന്നെങ്കിൽ എത്ര നന്നാടിരുന്നു എന്ന് ചിന്തിക്കുന്ന ഉപ്പമാരുണ്ടോ, ഉമ്മമാരുണ്ടോ? എന്റെ ഭർത്താവിന്റെ ഉമ്മാന്റെ സ്വഭാവം ഒന്ന് നന്നായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഒരു മരുമകൾ ചിന്തിക്കുകയാണ്, എന്റെ മകന്റെ ഭാര്യയുടെ സ്വഭാവം വളരെ മോശമാണ്, ഞങ്ങൾ ഇങ്ങനെ കഴിയേണ്ടവരല്ലല്ലോ. എന്റെ മരുമകളുടെ സ്വഭാവം നല്ല സ്വഭാവമായി തീർന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്ന അമ്മായിമ്മമാരുണ്ടോ? ഭർത്താവിന്റെ ഉമ്മമാരുണ്ടോ? പറയട്ടെ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് വലിയ പ്രളയമുണ്ടായപ്പോ നൂഹ് നബി അലൈഹിസ്സലാമിനെയും ജനതയെ ഒരു കപ്പലുണ്ടാക്കാൻ പറഞ്ഞിട്ട് ആ കപ്പലിൽ കയറാൻ പറഞ്ഞിട്ട് മറ്റുള്ളവരെല്ലാം വെള്ളപ്പൊക്കത്തിൽ മുങ്ങി മരിക്കുമ്പോ നൂഹ് നബി അലൈഹിസ്സലാമിനെയും നൂഹ് നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ച ജനതയെയും അല്ലാഹു രക്ഷപ്പെടുത്തിയത് മുഹറം 10-നാണല്ലോ. വിവാഹ പ്രായമെത്തിയിട്ട് കല്യാണം റെഡിയാകാതെ സ്വന്തം ഉമ്മാന്റെ വീട്ടിലിരുന്ന് പ്രയാസപ്പെടുന്ന പെൺകുട്ടികളുണ്ടോ? ഏത് പ്രയാസത്തിനും അല്ലാഹു പരിഹാരം നൽകുന്ന ദിവസമാണ് മുഹറം 10. അന്നത്തെ ദിവസം നോമ്പ് നോറ്റോ, ധാരാളം ദിക്ർ ചൊല്ലിക്കോ, ഖുർആൻ ഓതിക്കോ, ഇബാദത്തുകൾ ചെയ്തോ. എന്നിട്ട് ആ മുഹറം 10-ന് പടച്ച റബ്ബിനോട് കണ്ണീരിറ്റിച്ച് നിന്റെ സങ്കടം പറഞ്ഞ് ദുആ ചെയ്തോ. അമ്പിയാക്കളുടെ വിഷമങ്ങൾക്ക് മുഹറം 10-ന് പരിഹാരം കാണിച്ച റബ്ബ് ഈ ബഹള് പറയുന്ന നൗഫൽ സഖാഫിയുടെയും നിങ്ങളുടെയും വിഷമങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിവുള്ള രാജാവാണ് അല്ലാഹ്. ഈ ഒരു ബോധത്തോടെ വേണമെന്ന സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകാൻ. മുഹറം ഒരു പുതിയ വർഷമായതുകൊണ്ട് ഞാനൊന്ന് നന്നാകണം, എന്റെ പഴയകാല ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കണം. ഇനി ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണം, ഹറാമുകൾ കൈയൊഴിക്കണം, നല്ലവരായി ജീവിച്ച് മരിക്കണം എന്ന ബോധത്തോടെ ജീവിക്കണോ? ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞ് ഇന്നത്തെ വാള് നിർത്തുന്നു. മുഅ്മിനീങ്ങൾ എണ്ണീറ്റ് നിൽക്കുക, ഉമ്മമാരവിടെ തന്നെ ഇരിക്കുക, അവിടെ തന്നെ നിന്നാ മതി. ഒരു ചെറിയ വിഷയം പറഞ്ഞ് ഞാൻ എന്റെ ഇന്നത്തെ വാള് നിർത്തുന്നു. പഠിച്ച റബ്ബിലേക്ക് മനസ്സ് തിരിക്കണം. സഫൂറ ബീബി റളിയല്ലാഹു അൻഹാ മൂസാ നബി അലൈഹിസ്സലാമിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നു. വളരെ അച്ചടക്കത്തോടെയാണ് നടക്കുന്നത്, വളരെ അതേ നല്ല അതബോടുകൂടെയാണ് നടക്കുന്നത്. പോയിട്ട് മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഇന്ന അബീ യദ്ഉക ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ, നിങ്ങൾ ഞങ്ങൾക്ക് തന്നല്ലോ, അതിന് ഞങ്ങളെ ബാപ്പ നിങ്ങൾക്ക് പ്രതിഫലം നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഞങ്ങളെ ബാപ്പയായ ശുഐബ് എന്ന് പേരുള്ള ബാപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ട്. മൂസാ നബിയേ, മൂസാ അലൈഹിസ്സലാം നിങ്ങളെ വിളിക്കുന്നുണ്ട്.
മൂസാ നബി അലൈഹിസ്സലാം പോകുന്നു. നേരെ മുന്നിലാണ് സഫൂറ ബീവി നിൽക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാം ചിന്തിക്കുകയാണ്, ഇനി ഇവരെ വീട്ടിലെത്തുന്നത് വരെ ഞാൻ ഈ പെണ്ണിന്റെ പിന്നിലിങ്ങനെ നടക്കുമ്പോൾ ഇവളെ കാണേണ്ടി വരുമല്ലോ. ആ സഫൂറ ബീവിയോട് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങളൊന്ന് എന്റെ ബാക്കിൽ വന്ന് നിൽക്കണോ, ഞാൻ മുന്നിൽ നടന്നോളാം. എവിടെയെങ്കിലും തെറ്റേണ്ടി വന്നാൽ ബാക്കിന്ന് നിങ്ങൾ പറഞ്ഞാ മതി, വലത്തോട്ട് തെറ്റണോ ഇടത്തോട്ട് തെറ്റണോ നേരെ പോകണോ, ഇങ്ങനെ പറഞ്ഞാ മതി. നിങ്ങൾ എന്റെ മുന്നിൽ നടക്കണ്ട, ബാക്കിൽ നടന്നാ മതി. അത്രയും സൂക്ഷ്മതയോട് ജീവിച്ച മൂസാ നബി അലൈഹിസ്സലാം, അത്രയും സൂക്ഷ്മതയിൽ ജീവിച്ച സഫൂറ ബീവി, ആ മൂസാ നബി അലൈഹിസ്സലാമിന് ശുഐബ് നബി അലൈഹിസ്സലാം തന്റെ മകളായ സഫൂറ ബീവിയെ നിക്കാഹ് ചെയ്തു കൊടുക്കുന്നു, ആലോചന ഉറപ്പിക്കുന്നു, കല്യാണം ചെയ്തു കൊടുക്കുന്നു. ഈ ചരിത്രത്തിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത വഅദിലേക്ക് ഞാൻ നീട്ടിവെക്കുകയാണ്. ലൈവിന്റെ സൗകര്യമുണ്ടാകുമല്ലോ, നിങ്ങളൊക്കെ അതിലൂടെ ഇൽമു കേൾക്കാൻ അവസരമുണ്ടാകുമല്ലോ. നല്ല നിയ്യത്തോടുകൂടെ കേട്ട് പഠിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. ആ സഫൂറ ബീവിയുടെ ബാപ്പയായ നബിയുല്ലാഹി ശുഐബ് നബി അലൈഹിസ്സലാം ഏത് സമയത്തും കരയുകയാണ്. കരയണം മുഅ്മിനീങ്ങളെ, ഖബറിലോട്ട് അടുക്കുകയാണ്. എപ്പോഴാണ് മരണമെന്നറിയില്ല. ഈ സാധുവായ എന്റെ മരണം എപ്പോഴാണെന്ന് എനിക്കറിയില്ല, നിങ്ങളെ മരണം എപ്പോഴാണെന്നറിയില്ല. വലിയ വലിയ മഹാന്മാര് ലോകത്തോട് വിട പറയുന്നു, ഞങ്ങള് പട്ടിണികളാകുന്നു, ദുആ ചെയ്യിപ്പിക്കാൻ പറ്റിയ ആളുകളില്ലാതെയായി പോകുന്നു. ഖിയാമത്ത് നാൾ അവസാനം സംഭവിക്കുന്നത് ആരിലാണ്? മോശക്കാര് മാത്രമുള്ള സമയമാണ്. നല്ലവരെയെല്ലാം അല്ലാഹു നേരത്തെ വിളിച്ചു കൊണ്ടുപോകുന്നു. അവസാനം ആളുകൾ അനാഥരാകുന്നു. മന്ത്രിപ്പിച്ചാൽ ഫലം കാണുന്ന ആളുകളില്ലാതെയാകുന്നു. ദ്വാർപ്പിക്കാൻ പറ്റിയ ആളുകളില്ലാതെയാകുന്നു. എത്ര എത്ര മഹാന്മാര് ലോകത്തോട് വിട പറഞ്ഞു പോയി. അല്ലാഹുവേ, ഞങ്ങളെ മഹാന്മാരെ നീ നേരത്തെ വിളിച്ച് നീ ഞങ്ങളെ അനാഥരാക്കല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് അഭയമായ മഹാന്മാരെ നീ നിലനിർത്തി തരണേ അല്ലാഹ്. അവരെ കാലത്ത് അവരെ ഞങ്ങൾക്ക് ആശ്രയമായതുപോലെ അവരുടെ വഫാത്തിന് ശേഷവും അവരെ ഞങ്ങൾ കാര്യങ്ങളും എളുപ്പമാക്കി തരണേ അല്ലാഹ്. ശുഐബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് കരയാണ്. ഖൽബിൽ ഒരാളോട് സ്നേഹമുണ്ട്, അന്യ പെണ്ണിനോടല്ല, അന്യ ചെറുക്കനോടല്ല, യജമാനനായ റബ്ബിനോടാണ് സ്നേഹം. ആ റബ്ബിനോടുള്ള സ്നേഹം കൊണ്ട് എപ്പോഴും കരയുന്നു. എന്തിനേറെ പറയണം, കരഞ്ഞ് 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 കരഞ്ഞോണ്ട് അവസാനം കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ പറയാൻ പറ്റിയവർ നമുക്കിടയിലുണ്ടോ? ഇപ്പൊ പലർ പറയാണ് കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു പോയി മൊയ്ലിയാരെ. എന്താ കാരണം? ഞരമ്പ് വീക്കായി പോയതാണ്. കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു പോയി ഉസ്താദേ. എന്താ കാരണം? ഷുഗർ കൂടി പോയി ഉസ്താദേ. അതേ സമയത്ത് കരഞ്ഞിട്ട് കണ്ണിന്റെ കാഴ്ച പോയി എന്ന് പറയാനുള്ളവരുണ്ടോ? ശുഐബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് കരഞ്ഞ് 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 അവസാനം കണ്ണിന്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഈ ചരിത്രം പറയാൻ ഞങ്ങൾക്ക് വല്ല അർഹതയുണ്ടോ? പക്ഷേ റബ്ബ് വിട്ടില്ലല്ലോ. റബ്ബിന്റെ പൊരുത്തത്തിലായി കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ മകളെ കല്യാണം കഴിച്ച, സഫൂറ ബീവിയെ കല്യാണം കഴിച്ച മൂസാ നബി അലൈഹിസ്സലാം
കല്യാണമെല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് അതേ ഭാര്യയുടെ ബാപ്പ 10 വർഷം കൂടെ ഖിദ്മത്ത് ചെയ്യണമെന്ന കണ്ടീഷനിൽ നിൽക്കുന്നു. എന്നിട്ട് 10 വർഷം കഴിഞ്ഞതിന് ശേഷം മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്തിലേക്ക് മടങ്ങുകയാണ്. അമ്മോശനോട് വന്നിട്ട് പറഞ്ഞു, ഷുഐബ് നബിയോട് പറഞ്ഞു, ഞാനിതാ ഈജിപ്തിലേക്ക് പോവാണ്. അപ്പൊ ഭാര്യ പിതാവ് ചോദിച്ചു, അല്ല മൂസാ അലൈഹിസ്സലാം, ഞാൻ പ്രായമുള്ള ആളാണല്ലോ, കണ്ണിന്റെ കാഴ്ചയില്ലാത്ത ആളാണല്ലോ, നിങ്ങളെ ഭാര്യയുടെ ബാപ്പയാണല്ലോ, എന്നെയും ഈ പ്രായത്തിൽ വിട്ടിട്ട് പോകാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ഉടനെ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ശരിയാണ്, പക്ഷേ എന്റെ ഉമ്മ എന്നെ കാത്തിരിക്കുന്നു, എന്റെ ഉമ്മ ഈജിപ്തിലുണ്ട്, എനിക്ക് എന്റെ ഉമ്മാനെ കാണണോ, 1 മിനിറ്റ് ഉമ്മാനെ കാണാതിരുന്നാ പറ്റുമോ? അങ്ങനെയുള്ള ഞാൻ 10 വർഷക്കാലമായി എന്റെ ഉമ്മാനെയും വിട്ടിട്ട് ഞാൻ നിങ്ങളെ കൂടെ നിന്നില്ലേ? എന്റെ ഉമ്മ എന്നെ കാത്തിരിക്കുന്നു, എനിക്ക് എന്റെ ഉമ്മാന്റെ അടുത്തേക്ക് പോകണം. എന്റെ സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാം എന്നെ കാക്കുന്നുണ്ട്, പോകണം. എന്റെ പെങ്ങൾ കേൾക്കുന്നുണ്ട്, എനിക്ക് അവരെ കാണാൻ പോകണം. ശുഐബ് നബി അലൈഹിസ്സലാം എണീറ്റ് അവിടുന്ന് ദുആർക്കാണ്. എന്നാൽ റബ്ബേ, എന്റെ മരുമകനായ മൂസാ എന്നെ വിട്ടിട്ട് പോവാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ബറക്കത്ത് കൊണ്ട്, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ബറക്കത്ത് കൊണ്ട്, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ ബറക്കത്ത് കൊണ്ട്, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ബറക്കത്ത് കൊണ്ട്, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ബറക്കത്ത് കൊണ്ട് എനിക്ക് ആരോഗ്യം തരണേ അല്ലാ, നഷ്ടപ്പെട്ടു പോയ എന്റെ കാഴ്ച തിരിച്ചു തരണേ അല്ലാ. അമ്മോശൻ കാക്ക ശുഐബ് നബി അലൈഹിസ്സലാം അങ്ങ് ദുആ ചെയ്തപ്പോ മകളെ ഭർത്താവ് മൂസ നബി അലൈഹിസ്സലാം ആമീൻ പറഞ്ഞു. ഉടനെ അല്ലാഹു ഉത്തരം ചെയ്തു. ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ നഷ്ടപ്പെട്ടു പോയ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിപ്പോയി. ആ ശുഐബ് നബി അലൈഹിസ്സലാമിനെ പോലെയുള്ള മഹാന്മാര് കാണിച്ചു തന്ന നല്ല വഴിയിൽ ജീവിച്ച്, സ്വാലിഹീങ്ങളായി ജീവിച്ച്, മുത്തഖീങ്ങളായി ജീവിച്ച്, ആ നല്ല തഖ്വയുള്ള ജീവിതത്തിൽ തന്നെ മരിക്കാൻ തയ്യാറാകണം എന്ന് ഈ വൈകിയ വേളയിൽ സാധുവായ ഞാൻ എൻ്റെ അമ്മാറത്തായ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ ഇന്നത്തെ വാള് നിർത്തുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങൾക്ക് നീ അതിന് തൗഫീഖ് ചെയ്യണം റഹ്മാനേ.